ബാലു എന്ത് രണ്ടു ഇവിടെ? അതെ കല്യാണത്തിന്റെ പ്ലാനിങ് എങ്ങനെയാ? കല്യാണം ഏതാ കല്യാണം? നീലൂടെ റിലേറ്റീവ് ഇല്ലേ ശശീന്ദ്രൻ അങ്കിൾ, അവർ മോളെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചാ? പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ട്, നമ്മളും കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിസ്തരിച്ച് വിളിച്ചു. ഓ അല്ല നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ പോണ്? പിന്നെ ഒരുമിച്ച് പോണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാനിങ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഒരു വണ്ടി പോവാ, ട്രാവലർ ബുക്ക് ചെയ്താലാ? ട്രാവൽ ബുക്ക് അല്ലേ? ട്രാവൽ ബുക്ക് തന്നെ പോണം. ഓക്കെ. പിന്നെ ഒരു സ്പെഷ്യൽ ഐഡിയ ഉണ്ട്. ഈ കല്യാണത്തിന് നമ്മൾ എല്ലാവരും കൂടെ പോകുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഡ്രസ് കോഡിൽ പോയാലോ? അത് കൊള്ളാം, നല്ല ഐഡിയ. നമുക്ക് രണ്ടുപേർക്കും സാരി എടുത്തുകൊണ്ട് പോവാം. പിന്നെ ബാക്കി പെണ്ണുങ്ങളെല്ലാം ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട്. അച്ഛാ ഞാൻ പെണ്ണല്ല. നീ പാവാടയും ബ്ലൗസ് ഇട്ടാ ഒരു വെറൈറ്റി അല്ലേ? എന്ത് പറയണ കുട്ടപ്പിള്ളേ നമ്മളെ? ബാലു എന്താ എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഞാൻ ഇത് പോയിട്ട് വരട്ടെ. ഒരു പ്രശ്നമില്ല, കമ്പനി പോയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, കാര്യങ്ങൾ തീരുമാനിക്കാം. നീലു എന്താ? നീലിന് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, നമുക്ക് പിന്നെ തീരുമാനിക്കാം കാര്യങ്ങളൊക്കെ. ഓക്കെ സാരമില്ല, 3-4 ദിവസം ഉണ്ടല്ലോ, മെല്ലെ പറഞ്ഞാൽ മതി. അല്ല എന്താ നീലു? ഇല്ല ഒരു കുഴപ്പമില്ല, നമ്മൾ അറിയിക്കാം, നമുക്ക് സംസാരിക്കാം, അടിച്ചു പൊളിച്ച് പോവാം നമുക്ക്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതൊന്ന് ഫ്രീ ആകുമ്പോ പറ. അപ്പൊ നമ്മൾ വന്നിട്ട് നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പോവാം. ശരി, നമുക്ക് പോവാം. എന്നാ ശരി കേട്ടോ. ശരി നീലു ബൈ. മറയിലടി എന്റെ ബാലു ചിലപ്പോ അവര് വിളിച്ചിട്ടുണ്ടാവും, കിട്ടിട്ടുണ്ടാവില്ല, അതായിരിക്കുള്ളൂ. വിളിച്ചിട്ടുണ്ടാവോ? കിട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അല്ലാലും നിനക്ക് എന്തെങ്കിലും ന്യായം കാണുമല്ലോ പറയാൻ. നിന്നെ വിളിച്ച് രാംകുമാറിനെ വിളിച്ച് ചേച്ചിയെ വിളിച്ച്, എന്നെ മാത്രല്ല കുഴിപ്പളത്തും വിളിച്ച്. ആഹാ, അപ്പൊ എന്നെ മാത്രം വിളിച്ചില്ല. നീ പറ, കല്യാണത്തിന് പോണോ? ഞാൻ ഇല്ല, കല്യാണത്തിന് പോണോ നിനക്കൊക്കെ? പാടേ അച്ഛാ സമയമുണ്ടല്ലോ, കല്യാണത്തല്ലേ നേരെ സമയമുണ്ട്. ചിലപ്പോ അവര് കുറച്ച് വിളിക്കും. കല്യാണം തലേന്ന് വരെ, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോടാ. അപ്പൊ പിന്നെ ആളെന്ത് കൂട്ടം തിരക്കൊന്നും കാണൂലല്ലോ. അവിടെ പോയിട്ട് ഞാൻ വായി നോക്കി തിരിച്ചു വരാടാ. നമുക്ക് കല്യാണത്തിന് പോകണ്ട. കറക്റ്റ്, കൊച്ചു പറഞ്ഞ കറക്റ്റ്. ഞാനും കൊച്ചിനെ തന്നെ യോജിക്കുന്നേ. ദിസ് ഇസ് ഇൻസൾട്ട് അമ്മ, പോകണ്ട. എന്തിന്? ഞാനൊന്നും പോകുന്നില്ല. ഞാൻ പോവില്ല. ഞാനും എന്റെ മക്കളും പോണില്ല, എന്റെ ഭാര്യ കല്യാണത്തിന് പോണം. അല്ല അച്ഛാ വെറുതെ സദ്യ കളയണ. വാങ്ങി തന്നാ പോലെ സദ്യ. പിന്നെ പോണ്ട. പിന്നെ എന്ത് ബാലു, കല്യാണത്തിന് നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരും കല്യാണത്തിന് പോണില്ല എന്ന് നമ്മൾ തീരുമാനം എടുത്ത് കഴിഞ്ഞതല്ലേ. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ, നമ്മളാരും പോകുന്നില്ല. ഫോൺ ബെല്ലടിക്കും. മാമനാണല്ലോ വിളിക്കുന്നത്. ശശീന്ദ്ര മാമൻ. മാമ. ഓ മാമ. വിളിച്ചോ? നിങ്ങൾ ഫോൺ എവിടെ? നിങ്ങൾ ഫോൺ എവിടെ? ചാർജ് ചെയ്യാൻ വെച്ച് ഓണാക്കാൻ മറന്നുപോയി. മാമാ ഫോൺ ഓണാക്കാൻ മറന്നുപോയി എന്ന്. ചാർജ് ചെയ്യാണ്ടേ ഇങ്ങനെ ഓഫായി പോയതാ. ഞാൻ കൊടുക്കാം. എന്താ? അല്ല അയ്യോ, എനിക്കങ്ങനെ വിഷമൊന്നുമില്ല. അയ്യേ, എന്നെ എന്തിനാ വിളിക്കുന്നത്? മാമ നീലിനെ വിളിച്ചാൽ പോലെ, എന്നെ വിളിച്ച പോലെ അല്ലേ? അതാ നീലിനെ വിളിച്ചെന്നിരിക്കട്ടെ, ഞാൻ അറിഞ്ഞു വരും കല്യാണത്തിന്. അതാണ് പാലു. എൻ്റെ മാമ സൂചി എൻ്റെ മോളെ പോലെ അല്ലേ, പിന്നെന്ത്? നേരത്തെ മാമ നീര് വേണം പറഞ്ഞു പോണോ വേണ്ടതിരിക്കുകയായിരുന്നു കല്യാണത്തിന്. ഞാൻ പറഞ്ഞാൽ തീരും, മാമൻ്റെ മോളെ കല്യാണത്തിന് പോകണം, സുജിയുടെ കല്യാണം തീർച്ചയായിട്ടും പോകണമെന്ന് പറഞ്ഞു. ഓ ശരി മാമ, ശരി, ഓക്കെ. ശരി. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്, നല്ല മനസ്സാണ് മാമൻ. നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇത്രയും വർത്താനം എടുക്കണമെന്ന് പറഞ്ഞത്. എടി ഞാൻ എന്തോ പറയട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് എന്നെ ഇടയിൽ കയറി തിരുത്ത്. ബാലു അങ്ങനെയല്ല, അത് നേരെ നീ ഒന്ന് തെറ്റ് തിരുത്തണ്ടേ? അത് നിന്റെ കുടുംബത്തിൻ്റെ ആൾക്കാരല്ലേ അത്. കുടുംബത്തിനെ പിരിക്കാനല്ല നോക്കേണ്ടത്, നമ്മൾ ചേർത്ത് നിൽക്കാനാണ് നോക്കേണ്ടത് കേട്ടോ. ഫ്ലൈറ്റ് തിരിഞ്ഞു വന്ന്. ഫ്ലൈറ്റ് തിരിഞ്ഞാ? ഫ്ലൈറ്റ് തിരിച്ചു വെച്ചത്. അമ്മ അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. അമ്മ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഒരു ബിരിയാണി ഞാൻ മേടിച്ചു കൊടുത്താൽ അവൻ ഇപ്പുറത്തേക്ക് വരുന്നത്. അതെ, ഇനി ആരും ഇവിടെ ചർച്ച ചെയ്യേണ്ട, നമ്മളെല്ലാവരും കല്യാണത്തിന് പോകുന്നു, അത്രേ. കഷ്ടം, ഇങ്ങനത്തെ ഒരു അച്ഛനായി പോലെ നിങ്ങൾക്ക് കിട്ടിയത്. സഹതാപം തോന്നുന്നു. അമ്മയുടെ ഭർത്താവായിട്ടില്ലേ നമ്മുടെ അച്ഛനായത്? എന്താടേ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഒന്നുമില്ലമ്മ. എന്തോ മൊഴി? അമ്മ പോയില്ലേ? ഇല്ലടാ.